ജാനിയാണെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വസുവിന്റെ മണ്ടക്കാണേ. അവക്കിപ്പോൾ താഴെ കിടന്ന് കളിക്കാൻ വയ്യ. അവൻ അവളെ എടുത്തോണ്ടിരിക്കണം. അവന്റെ നിഴലുവട്ടം കണ്ടു കഴിഞ്ഞാൽ അവൾ കരയും. അവന്റെ കൂടെ കിടന്ന് ഇങ്ങനെ സർക്കസ് കാണിക്കാനാണ്. നമ്മളാണെങ്കിൽ അവളെ എടുക്കുകയോ താഴെ കിടത്തുകയോ ഒക്കെ ചെയ്യത്തില്ല. അത് അവക്കൊക്കത്തില്ല. അവന്റെ കൂടെ കിടന്ന് ഇങ്ങനെ പെരുകണം. അന്നേരം അവൻ കൊണ്ടിരുന്നോളൂ എത്ര സമയം വേണമെങ്കിലും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊരു പെരവാസ്തോലി ഉണ്ടായിരുന്നു. അതായത് വീട് പാല് കാച്ച് പോയിട്ട് ഞങ്ങൾ ഹരിപ്പാട് വരെ ഒന്ന് പോയി. അപ്പോൾ അത് അരുൺ ഐസ്ക്രീമിൽ കയറി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വസു പറയുന്നുണ്ട് ഞങ്ങളുടെ പനിയൊന്നും മാറിയാലല്ലേ ചേട്ടന് ഞങ്ങളെ കയറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതേ കയറി വസു അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞപ്പം CD മൂസയ്ക്കകത്ത് ബിന്ദു പണിക്കര് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന കണക്ക് ഏതെടുക്കണം എന്നറിയാതെ ഓടി നടക്കുമായിരുന്നു. പിന്നെ ഏതാണ്ടൊക്കെ പെറുക്കി എടുത്ത് ഐസ്ക്രീം ഷെയ്ക്ക് എന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ 5 രൂപയുടെ കുറേ എടുത്തായിരുന്നു. പിന്നെ ഇതേ ചേട്ടൻ ഇതുപോലത്തെ ആൽമണ്ടൊക്കെ വെച്ച കുൽഫി പോലത്തെ മേടിച്ചപ്പോൾ ഞാനും ഒരെണ്ണം മേടിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടന് തന്നെ കൊടുത്ത്. എനിക്കിത് ഈ 5 രൂപയുടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെയും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഐസ്ക്രീം സാൻഡ്വിച്ച്, ഇത് അടിപൊളിയായിരുന്നു. ഇത് ഞാൻ മറ്റേ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊരെണ്ണം എടുത്തായിരുന്നു. ജാനിയാണെങ്കിൽ ഇവർ എന്തൊക്കെയായി തിന്നുന്നതെന്നറിയാതെ ഇങ്ങനെ നോക്കിയിരിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവളെ കൊണ്ടുപോയി ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അവക്കായിരിക്കും ആദ്യം ആവശ്യം വരുന്നത്. മധുരമൊക്കെ തിന്ന് മത്തടിച്ച് പിന്നെ ഒരു ഉപ്പിട്ട നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.